ക്രിസ്തുവിൽ സ്നേഹം എന്ന് പറഞ്ഞവരെ ഈ ഒരു നോൻപ് കാലം തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഒരു സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് മാനസാന്തരപ്പെടുക എന്നൊരു ആശയമാണ്. മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരിക, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്നും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്കുള്ള ഒരു മാറ്റം, തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു മാറ്റം. നാം ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത് ആ സാഹചര്യം നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നാം ജീവിക്കുന്നത് ഒരു തിന്മ നിറഞ്ഞ ഒരു സമൂഹത്തിലാണെങ്കിൽ നമ്മുടെ ചിന്തകളാണെങ്കിലും പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകളിൽ പോലും അതിന്റെ ഒരു പ്രതിഫലനം കാണുവാൻ സാധിക്കും. ഈ ഒരു സുവിശേഷ ഭാഗത്ത് ഒരു സമൂഹം വലിയൊരു ദുരന്തം നേരിടുന്നുണ്ട്. ഈ ഒരു ഭാഗം വായിക്കുമ്പോഴേക്കും സ്വാഭാവികമായി നമ്മുടെ ചിന്തയിലേക്ക് വരിക, അവർ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചു. എന്നാൽ അതിനപ്പുറം ഈ ഒരു ദുരന്തം നാം ഓരോരുത്തരിലേക്കും ഒരു വിരൽ ചൂണ്ടുന്നു എന്ന് യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നു. ഇതിനോട് ചേർന്ന് വരുന്ന ഒരു ഉപമയും വളരെ പ്രസക്തമാണ്. ഫലം തരാത്ത വൃക്ഷത്തെ മുറിച്ചു മാറ്റാൻ തയ്യാറാവുന്ന ഉടമസ്ഥനെ തന്റെ വേലക്കാരൻ തടയുന്നുണ്ട്. ആ വേലക്കാരൻ തന്റെ ഉടമയോട് ഇപ്രകാരം പറയുന്നു: അതിന് കുറച്ച് സമയം കൂടി നൽകുക, അതിന്റെ ചുവട് ഞാൻ വൃത്തിയാക്കി അതിനാവശ്യമുള്ള വളം നൽകി അതിനെ ഞാൻ പരിപാലിക്കാം. എന്നിട്ടും അത് ഫലം നൽകുന്നില്ല എങ്കിൽ അതിനെ മുറിച്ചു മാറ്റിക്കൊള്ളുക. ദൈവം ഒരിക്കലും നമ്മുടെ നാശം ആഗ്രഹിക്കുന്നില്ല. തന്റെ മക്കൾ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പാപത്തിൽ നിന്ന് അകന്ന് എന്നെങ്കിലും തന്നിലേക്ക് തിരിച്ചു വരും എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പിതാവായ ദൈവം. ഈ ഒരു നോൻപ് കാലം നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ.